ഹലോ. അപ്പോൾ ദാ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് ആൾക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ ആളേനെ വാതിലടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിക്കുകയാണ് കേട്ടോ. ഒരു 3-3:30 ആയപ്പോൾ ഞാൻ എന്താ ചായപ്പണി തുടങ്ങി. ചായ അവിടെ ദാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരുള്ള കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും കേട്ടോ. അവർക്ക് ഇഷ്ടം വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. നമുക്കും ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാനുള്ള മടി കാരണം ചില ദിവസങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് പിന്നെ രാവിലെ നമ്മളുടെ വെള്ളപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കള്ളൊഴിക്കാത്ത കള്ളപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ എപ്പോഴും ഇതുപോലെ മാവ് ബാക്കി വന്നത് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്. ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായക്ക് നല്ല മധുരം ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് ചായയുടെ കൂടെ കഴിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല എടുക്കുമ്പോൾ തന്നെ പഞ്ഞി പോലത്തെ കള്ളൊഴിക്കാത്ത കള്ളപ്പം റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തിന് കറി വെക്കാൻ മീനൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ മീനൊക്കെ സെറ്റപ്പ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കണം. അപ്പോൾ ഞാൻ വേഗം മീൻ നന്നാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാൻ. അതിനുശേഷം ബാക്കിയുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. മസാല തേച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മളുടെ കള്ളപ്പം ഉണ്ടല്ലോ, കള്ളൊഴിക്കാത്ത കള്ളപ്പം, അത് ഓരോരുത്തർ വന്നിട്ട് കേക്ക് മുറിക്കണ പോലെ മുറിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർക്ക് ചൂടാറിയപ്പൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഇത് അടുക്കളൊക്കെ എന്താ പറയുക, വൃത്തികേടായ ഭാഗമൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ഇപ്പോൾ ഞാനും എൻ്റെ രുദ്രും മേലൊക്കെ കഴുകി നല്ല കുട്ടികളായിട്ടുണ്ട് കേട്ടോ. രുദ്രുവിനെ ചിലപ്പോൾ ഞാനായിരിക്കും, അല്ലെങ്കിൽ അധികം പാറുട്ടി ഔട്ടം മേല് കഴുകിക്കാറ്. പിന്നെ ഇതാ നമ്മളെ കാത്തിരിക്കുന്ന കുറേ തുണികളുണ്ട്, അതും വേഗം മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ഞങ്ങൾ വേഗം ഊണൊക്കെ കഴിച്ചു. ബാക്കി കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായി ഊണ് കഴിച്ചതിൻ്റെ, അതും കൂടെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് പാറുട്ടിയായിട്ട് എടുത്തത് അത് കണ്ടപ്പം മുതൽ പിന്നെ ദേവുട്ടിക്ക് കൊടുത്തായിരുന്നു. പിന്നെ അടുത്ത വീഡിയോ ദേവുട്ടിയായി. അങ്ങനെ അവരൊക്കെ വീഡിയോ എടുത്തിരുന്നത് നമ്മളുടെ വീഡിയോ ഇന്നത്തെ അവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.